ഹായ് സ്റ്റുഡൻസ്, ക്ലോസിംഗ് എൻട്രി എന്താണെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. സാധാരണയായിട്ട് ഇത് അറ്റ് ദ എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് പീരീഡാണ് ക്ലോസിംഗ് എൻട്രി ചെയ്യുന്നത്. അതെങ്ങനെയാണ് അതെന്തിനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസസും റവന്യൂസും ട്രേഡിംഗ് അക്കൗണ്ടിലേക്കും ഇൻഡയറക്റ്റ് എക്സ്പെൻസസും ഇൻകവും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ജേർണൽ എൻട്രിയാണ് ക്ലോസിംഗ് എൻട്രി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇതിൽ വേറൊരു തരത്തിലും കൂടി പറയാം, അതായത് ടെമ്പററി അക്കൗണ്ടിൽ നിന്ന് പെർമനൻ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി എഴുതുന്ന ജേർണൽ എൻട്രി. ടെമ്പററി അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസസ്, റവന്യൂ, അതൊക്കെയാണ് ടെമ്പററി അക്കൗണ്ട്. പെർമനൻ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ്, റവന്യൂ ആൻഡ് ട്രേഡ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടെമ്പററി അക്കൗണ്ടിൽ വരും. പെർമനൻ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആൻഡ് റീറ്റെയിൻഡ് ഏർണിങ്സ്. അപ്പോൾ നമ്മൾ സാധാരണ ഈ രീതിയിൽ മനസ്സിലാക്കുന്നതാണ് കൂടുതൽ എളുപ്പം. അതായത് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും ചെയ്യുന്ന ജേർണൽ എൻട്രി അറ്റ് ദ എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് പീരീഡിൽ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ജേർണൽ എൻട്രി നോക്കാം. ഈ ഫസ്റ്റ് വരുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി, ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ജേർണൽ എൻട്രിയാണ്. ട്രേഡിംഗ് അക്കൗണ്ട് ആഫ്റ്റർ ടു ഓപ്പണിംഗ് സ്റ്റോക്ക്, ടു പർച്ചേസസ്, ടു ഡയറക്റ്റ് എക്സ്പെൻസസ്. ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ അതുപോലെ അങ്ങനെ എഴുതില്ല, വേണ്ടത് ഇൻഡിവിജ്വലാക്കി കൊടുക്കണം. അതായത് ഡയറക്റ്റ് എക്സ്പെൻസിൽ വരുന്നത് വേജസ് വരാം, ഫ്രൈറ്റ് വരാം, കാരേജ് ഇൻവേർഡ്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. അത് ഞാൻ മുന്നിൽ ട്രേഡിംഗ് അക്കൗണ്ട് മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ എന്തൊക്കെയാണ് ഡയറക്റ്റ് എക്സ്പെൻസ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ജേർണൽ എൻട്രി ഇതാണ്, ക്ലോസിംഗ് എൻട്രി. സെക്കൻഡ് ജേർണൽ എൻട്രി വരുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് സെയിൽസ് അക്കൗണ്ട് ആഫ്റ്റർ ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് ആഫ്റ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പം ഇത് രണ്ടും ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ് ആണ്, ഈ ഫസ്റ്റ് ജേർണൽ എൻട്രിയും സെക്കൻഡ് ജേർണൽ എൻട്രിയും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡിഫറൻസ് ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് വെച്ചിട്ട് നമ്മൾ അടുത്ത ജേർണൽ എൻട്രി എഴുതുന്നത്, അതിൻ്റെ ഡിഫറൻസ് ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ, അതായത് ക്രെഡിറ്റ് സൈഡ് കൂടുതലും ഡെബിറ്റ് സൈഡ് കുറവാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും. അപ്പോൾ വരുന്ന ജേർണൽ എൻട്രി ട്രേഡിംഗ് അക്കൗണ്ട് ആഫ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇനി ഗ്രോസ് ലോസ് ആണെങ്കിൽ, ഡെബിറ്റ് സൈഡ് കൂടുതലും ക്രെഡിറ്റ് സൈഡ് കുറവാണെങ്കിൽ ജേർണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആഫ്റ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പോൾ ഇതാണ് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ജേർണൽ എൻട്രി. നെക്സ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ജേർണൽ എൻട്രിയാണ്. ഫസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ജേർണൽ എൻട്രി. അത് എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസുമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ വരുന്നത്. അപ്പോൾ ജേർണൽ എൻട്രി വരിക പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആഫ്റ്റർ ടു ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ എഴുതേണ്ടത്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് കുറേ ഐറ്റംസ് വരാം, അത് ഏതാണോ വരുന്നത് അത് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. സാലറി വരാം, റെൻറ്റ്, അങ്ങനെ പല എക്സ്പെൻസും ഉണ്ടായിരിക്കാം ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ എക്സാമ്പിൾ പറയണമെങ്കിൽ ഡിസ്കൗണ്ട് അലൗഡ് ഉണ്ടാകാം, സൺട്രി ഓഫീസ് എക്സ്പെൻസ്, അഡ്വർടൈസിങ്, അങ്ങനെ പല എക്സ്പെൻസും ഉണ്ടാകും ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട്. അപ്പം അത് അനുസരിച്ചിട്ട് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആഫ്റ്റർ ടു അതുപോലത്തെ ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഒക്കെ ക്രെഡിറ്റ് ചെയ്യാം. ദെൻ ടു ട്രാൻസ്ഫർ ഐറ്റംസ് ഓഫ് ഇൻകം, ഗെയിൻസ് ആൻഡ് പ്രോഫിറ്റ്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് ആണ്. അങ്ങനെ വരുമ്പം ഇൻകം, ഗെയിൻസ് ആൻഡ് പ്രോഫിറ്റ് അക്കൗണ്ട് ആഫ്റ്റർ, അത് ഏത് തരത്തിലുള്ള ഇൻകം ആണോ വന്നത് അതനുസരിച്ചിട്ടാണ് ഡെബിറ്റ് ചെയ്യേണ്ടത് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിസ്കൗണ്ട് റിസീവ്ഡ് ഉണ്ടാകാം, കമ്മീഷൻ റിസീവ്ഡ്, അങ്ങനെയൊക്കെ ഉണ്ടാകാം. ഇത് രണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്നതാണ്. അത് വെച്ചിട്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ ഒന്നുകിൽ നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നെറ്റ് ലോസ് ആയിരിക്കാം. ക്രെഡിറ്റ് സൈഡ് കൂടുതലും ഡെബിറ്റ് സൈഡ് കുറവാണെങ്കിൽ അത് നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കാം. അപ്പം ജേർണൽ എൻട്രി വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആഫ്റ്റർ ടു ക്യാപിറ്റൽ. ഇനി ഡെബിറ്റ് സൈഡ് കൂടുതലും ക്രെഡിറ്റ് സൈഡ് കുറവാണെങ്കിൽ നെറ്റ് ലോസ് ആയിരിക്കാം. ജേർണൽ എൻട്രി ക്യാപിറ്റൽ അക്കൗണ്ട് ആഫ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.